അങ്ങനെ പൂക്കി സതീശന്റെ ഇലക്ഷന് മുമ്പുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നായ വാഹന മോഡിഫിക്കേഷൻ അത് പ്രാബല്യത്തിൽ വരാൻ പോവാണ്. അപ്പൊ ഈ മോട്ടോർ വാഹന വകുപ്പ് മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി കുറച്ച് ഐറ്റംസിന്റെ മോഡിഫിക്കേഷൻ അനുവദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് 18 കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതിൽ മെയിനായിട്ട് പറയുന്നത് വണ്ടിയുടെ കളർ മാറ്റാൻ പറ്റും അനുമതി വാങ്ങി കഴിഞ്ഞാൽ, പിന്നെ വണ്ടിയുടെ വിൻഡോ ഫിലിം ഒട്ടിക്കാൻ പറ്റും, പിന്നെ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റും. ഇത് മൂന്നെണ്ണത്തിന് മെയിൻ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് കാര്യം പറഞ്ഞാൽ സ്റ്റിക്കർ ഒഴികെ ബാക്കി രണ്ടും ഓൾറെഡി മുൻ കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്, കോടതി പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് ഒരു പറ്റിക്കൽ പരിപാടിയാണ് സതീശന്റെ. അത് നടപ്പിലാക്കണമെങ്കിൽ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സംഭവമാണെങ്കിൽ ഈ ലിസ്റ്റിൽ കണ്ടത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ക്രോം ഗാർണിഷ്, ഡോർ വൈസേഴ്സ്, മഡ് ഫ്ലാപ്പ്, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാമറ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്ര നാട് നമ്മൾ മലയാളികൾ ഭൂരിഭാഗം പേരും മോഡിഫൈഡ് വണ്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് തോന്നണത്. നമ്മളൊക്കെ MVD പിടിക്കാണ്ടിരുന്നത് വളരെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നണം ഇപ്പോൾ. കാരണം ഫ്ലോർ മാറ്റൊക്കെയാണ് ഇതിൽ, ഫ്ലോർ മാറ്റും സീറ്റ് കവറൊക്കെ ഈ 18 എന്ന ലിസ്റ്റിലുണ്ടെന്ന് ആലോചിക്കുക. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഇപ്പോ ഇതില് വേറെ കാര്യം ആൾക്കാർ മനസ്സിലാണെന്ന് വെച്ചാൽ ഈ കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ മറികടന്ന് സർക്കാരുകൾക്കൊന്നും പുതിയതായിട്ട് ഇളവുകൾ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോ സർക്കാരുകൾക്ക് ചെയ്യാൻ വേണ്ട കാര്യം വെച്ചാൽ കോടതി പറഞ്ഞുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യേണ്ടോ നോക്കാതിരിക്കാൻ വേണമെങ്കിൽ അത് പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന് ഉള്ളതിൽ ബെറ്റർ ആയിട്ട് എല്ലാം പിടിക്കണതൊക്കെ. അല്ലാണ്ട് സർക്കാരുകൾക്ക് കോടതിനെ മറികടന്ന് ഇളവുകൾ കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നണില്ല. അത് സതീശന്റെ വേറെ ഒരു പറ്റിക്കൽ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നണത്. എനിക്കത് നമുക്ക് കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നത്. പക്ഷെ ജെൻസി പിള്ളേർ പറഞ്ഞാൽ അവർക്ക് ഈ റീലിൽ കാണുന്ന സംഭവമാണുള്ള മെയിൻ, അത് വീട്ടുകാരില്ലേ അവരെ. അപ്പൊ ഈ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഭൂരിഭാഗം സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന കോടതിയുടെ അനുമതിയുള്ള സംഭവങ്ങൾ തന്നെയാണ്, മുൻ സർക്കാരുകളും അനുവദിച്ചിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ സ്റ്റിക്കറുകൾ മാത്രം എനിക്ക് തോന്നുന്ന മുൻ സർക്കാർ മറ്റു ലൈൻ ബസിന്റെ ഒക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അതിനെ സ്പെഷ്യലായിട്ട് മാറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലും ജെൻസിയുടെ ഇടയിലൊക്കെ ഉള്ള ചർച്ച പൂക്കി സതീശൻ പറ്റിച്ചു എന്നാണ് ആൾക്കാർ പറയണത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അത് ശരിയാണത്. ഈ പറഞ്ഞ പോലെ വോട്ടിന് വേണ്ടിയുള്ളൊരു പ്രഹസനായിരുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാവണേ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ സ്വിമ്മിംഗ് പൂൾ എന്തിനാ വെച്ചാൽ പണിയുണ്ടോന്ന് വെച്ചാൽ നോക്കാൻ പറ്റും. ഇനി കാണാം എന്നൊരു സംഭവം. ഇത് അപ്രൂവ് ആയിട്ടില്ല. ഇനി സീറ്റ് കവറൊക്കെ സമ്മതിക്കാവോ? ഇനിയിപ്പോൾ ഉള്ള സീറ്റ് കവർ കളയേണ്ടി വരുമോ ആൾക്കാർക്ക്? അപ്പോൾ അത്ര ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാം.